അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു ഇതാണ് ഈ താപ്പാനയില് മറ്റേ കൂട്ടുകാരന്റെ ഭാര്യയാണല്ലോ, കൂട്ടുകാരന്റെ പ്രായം കൂടിയ ഭാര്യയാണ്. അപ്പൊ ഈ എപ്പോഴും ആ ക്യാരക്ടർ നൂറുണ്ടാന്നുള്ള ക്യാരക്ടർ ചെയ്ത അദ്ദേഹം, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അവളുടെ ഒരു ചിക്കൻ കറി എന്ന് പറയുന്ന ഒരു സാധനം ബീഫ് കറി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സീക്വൻസ് തന്നെ താപ്പാനയിലും. അതും അതെ, അതും ഭയങ്കര കയ്യടിയായിട്ട് തിയേറ്ററിൽ ആ എപ്പിസോഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സീക്വൻസ് ആയിരുന്നു. തന്നെ കുറേ പേര് വിളിച്ച് ഇന്നും അത് തന്നെ എവിടെയെങ്കിലും വെച്ച് ആൾക്കാർ കാണുമ്പോൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ തിയേറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ അന്നാമ്മേ ബീഫ് കറി ഇതൊക്കെ പിള്ളേരെ ഇറക്കിയിരുന്ന് ഇങ്ങനെ പറയുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അവരാ പടത്തിൻ്റെ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അവർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ബീഫ് ഫ്രൈ വാവ് എന്നൊക്കെ പറഞ്ഞിട്ടിടുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് ഇങ്ങനെ പോരും, അവരത്ര മനസ്സിലായിട്ട് എടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട്. ചേച്ചി മറ്റൊരു ക്യാരക്ടറിനെ പറ്റി ഇവിടെ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് കുറച്ചധികം പ്രശ്നമുണ്ട് അതിനകത്ത്, അത് ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യം. അത് ചേച്ചി എങ്ങനെ ചെയ്തു എന്നുള്ള അറിയാനാണ്. ഇപ്പം പ്രജ എന്നുള്ളൊരു സിനിമ നടക്കുന്നു, അതിന് ചേച്ചി ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് വളരെയധികം റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് സാമ്യം ഒക്കെ ഉണ്ട്. നമുക്കത് നമ്മളങ്ങനെ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഗിരിജയടത്തി എന്നുള്ള ക്യാരക്ടറിനെ പറ്റി പറയുന്നത് അത് അന്ന് കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു ലേഡീനെ ആയിട്ട് സാമ്യമുള്ള രീതിയിൽ അന്ന് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇപ്പോൾ അവരത്രയും അന്നത്തെ അത്രയും ആക്റ്റീവ് അല്ല. അന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആയാലും അവരുടെ രാഷ്ട്രീയമൊക്കെ ആയാലും അത്രയധികം കത്തി നിൽക്കുന്ന ഒരു രീതിയിലാണ്. അവിടെയാണ് സാരി കളക്ഷനെ പറ്റിയിട്ടും മേക്കപ്പിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്യാരക്ടർ അങ്ങനെ സംസാരിച്ചിട്ട് ഹൗ ഡു യു റേറ്റ് മീ എന്നൊക്കെ ലാലേട്ടൻ്റെ ക്യാരക്ടറിനോട് പറയും. അവിടെ ഒരു ഡയലോഗ് കോൺവെർസേഷൻ നടക്കുകയും ഗിരിജെടുത്തി എന്നൊക്കെ പറയണത് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമാവുന്നോ അല്ലെങ്കിൽ ഇത് എന്ത് രീതിയിലാണ് ഭാവിക്കാന്നോ അങ്ങനെ എന്തെങ്കിലും ആകുലതകൾ ഉണ്ടായിരുന്നു? എനിക്കറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ ഒന്നാമത് തന്നെ അവരെ കേട്ടിട്ടുണ്ടോ അവരിൻ്റെ സ്ഥാനത്ത് ഇരിക്കുകയെന്നോ അവർക്ക് ഇത്രയും ഇതുണ്ടോന്നോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ പടങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള പടങ്ങളായി പ്രജ, അതിനകത്ത് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് എൻ്റെ വണ്ണമൊക്കെ നിങ്ങൾ കണ്ടില്ല, അതിനകത്ത് എനിക്ക് അതങ്ങനെ വലിയ വണ്ണമൊന്നും ആ പടത്തിനകത്തില്ല. അപ്പൊ ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ഗിരിജാന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരത്തിന് വേഷം ജോഷി സാറിന് അപ്പം അതിനുമ്പ് ജോഷി സാറിന്റെ വാഴുന്നവര് കുറച്ച് പടങ്ങൾ ഞാൻ ചെയ്തിട്ട് നിൽക്കുക. അപ്പൊ ജോഷി സാറിന് അപ്പോൾ ആ കഥാപാത്രം വന്നപ്പോൾ എനിക്ക് വന്നു. അങ്ങനെ ഞാനത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പലരും പറയുന്നത് അത് ഇന്ന ആളെയുടെ പടം ഇതാ. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിച്ചപ്പോൾ അങ്ങനെ തോന്നിയില്ലല്ലോ. എനിക്ക് ആ ഒരു പക്ഷേ ആ ഒരു വ്യക്തി അടുത്ത് അറിയാത്തോണ്ടാവാം ഒരു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നാതിരുന്നേ. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ പറയാൻ കാര്യം വെച്ചാൽ പടം ഇറങ്ങിയപ്പോൾ എന്നെ വെളുത്ത് പറഞ്ഞു അതേ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിച്ചോണം, വല്ല ഏറൊക്കെ കിട്ടും. എന്നോട് പറയുക ഏറൊക്കെ കിട്ടും, വല്ല മാന്തിപ്പറിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇറങ്ങി നടന്നോണം. ഞാൻ എന്നാ പ്രശ്നം, അത് ആരെയാ പറഞ്ഞിരിക്കുന്ന അറിയാവോ? ഞാൻ ഇല്ല ആരെയാ അത് ഇന്നയാണ്. ഞാൻ പിന്നെ അത് അവരുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, അവരൊന്നും അല്ല, അത് ഗിരിജ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അവരുടെ പേരോ ഒന്നും നമ്മളവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലേ എൻ്റെ ഉള്ളിലൊരു കിടുവുണ്ടായിരുന്നു. ഇനി ഇറങ്ങുമ്പോൾ പലയിടത്ത് ഏറി കിട്ടുക. അങ്ങനെ ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്തൊരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഷാളൊക്കെ ഇട്ട് ഇപ്പം ഇവർ പറഞ്ഞ രീതിക്ക് ഞാനൊരു ഷാളൊക്കെ ഇട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ ഇറങ്ങി ഷൂട്ടിങ്ങിന് പോയി തിരിച്ച് ഞാനിതുപോലെ ട്രെയിനിന് വരുക. അപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ നിറച്ചു വൈറ്റ് ഡ്രസ് ഇട്ട എല്ലാ രാഷ്ട്രീയക്കാരും. ആ കമ്പാർട്ട്മെൻറ്റ് നിറയെ MLA മാരും മന്ത്രിമാരും ഒക്കെ എല്ലാം ആരൊക്കെയും ഉണ്ടായിരുന്നു. നിറഞ്ഞ് കംപ്ലീറ്റ് വെള്ള ഡ്രസ്സുകാരാണ്. 1-2 ആൾക്കാർ ലേഡീസ് മാത്രമേ ഉള്ളൂ. ഞാൻ കയറിയപ്പോൾ ഞാനിന്ന് കിടുങ്ങി. അപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ അവർക്ക് എന്നെ കണ്ട് എന്നാലും ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ ഞാൻ പറഞ്ഞ അയ്യോ അറിയത്തില്ല, എനിക്കറിയത്തില്ലായിരുന്നു. അവരായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ ഗിരിജ എന്ന് പറഞ്ഞ ഒരാളെ ചെയ്തേ, അവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാനും നമ്മുടെ റിമി ടോമിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് 113 ഞാനും പത്മജയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു ഷോയിൽ വന്ന് പത്മജ പറഞ്ഞു അവർ നന്നായിട്ട് അഭിനയിച്ചു. അത് അവർ അഭിനയിച്ചപ്പോൾ ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവരവരുടെ കഥാപാത്രം അവർ നന്നായിട്ട് ചെയ്തു. അതാണ് അവര്. അത് അവരെ അതിന് പരപ്പഞ്ഞ മേളത്തിന് ഞാൻ മാനിക്കുക. അവർ ഞങ്ങൾ ഒരുമിച്ചൊരു ഷോ ചെയ്തപ്പോൾ അവർ പറഞ്ഞതാ പൊന്നമ്മ ബാബു ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു. പക്ഷെ ആ ചെയ്തത് ഞാനല്ല. അവരാ അവരെ ഏൽപ്പിച്ച കഥാപാത്രം അവർ നന്നായിട്ട് ചെയ്തു. ചെയ്ത കഥാപാത്രം ഞാനല്ല. പിന്നെ ഞാനെന്തിനാ അവരോട് വഴക്കടിക്കുന്നേ എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊരു കലാകാരിയെ മനസ്സിലാക്കാന്ന് പറയുന്നത് തീർച്ചയായും. കാരണം അത് അവരങ്ങനെ എന്നെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സീരിയലുകൾ ഒരു സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ചെയ്തിരുന്നല്ലോ, അതൊന്ന് കുറച്ചിട്ടുണ്ട്. അതെന്താ ശരിക്കും കാര്യം? സിനിമകൾ ചെയ്യാൻ നമ്മളെ അവരെയല്ല, നമ്മൾ സീരിയലുകാരെ പോയി നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയുടെ അവരെ കൊണ്ട് മൊത്തത്തിൽ ഡേറ്റ് ക്ലാഷ് ആകും കംപ്ലീറ്റ്. പക്ഷെ അതിനിടയ്ക്ക് ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്തല്ലോ സീ കേരളത്തിൽ 18 വർഷം കൂടി. ഈ അടുത്തൊരു സീരിയൽ ചെയ്തു മിസ്സിസ് ഹിറ്റ്ലർ. സീ കേരളത്തിൽ നമ്പർ 1 സീരിയലായിരുന്നു. ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു.
ഞാൻ ആ സീരിയൽ കാരണം ഞാൻ 8-10 പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടുണ്ട് ഈ ആ സീരിയൽ കാരണം. നല്ല അമ്മയായിരുന്നു അതിനകത്ത്. കുടുംബത്തിനെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം, ഒരു കുടുംബമാണ് എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്, അമ്മ എങ്ങനെ അതിൽ ഇടപെടണം, അമ്മ എന്ത് പറയണം എന്നുള്ള രീതിയിലുള്ള ഒരമ്മയായിരുന്നു. നല്ല അമ്മയായിരുന്നു. ആ അമ്മയെ പ്രേക്ഷകർ അങ്ങോട്ട് 2 കൈ അങ്ങ് നീട്ടി സ്വീകരിച്ചിട്ട് കോളേജും സ്കൂളും ഒക്കെ എന്നെ മോട്ടിവേഷന് വിളിക്കുക. കാരണം വന്നപ്പോഴും ഞാൻ വരുമ്പം തന്നെ അവർ പറഞ്ഞേ നമ്മുടെ പത്മാവതി അമ്മ എന്ന് പറയുമ്പോൾ പിള്ളേരെ ഭയങ്കര കയ്യടി. പിന്നെ നമ്മൾ പിന്നെ അവിടെ പറയുന്ന സീരിയലിലെ കഥയല്ല പിള്ളേരുടെ അടുത്ത് പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയ കാര്യം എങ്ങനെയാണ് അത് അവരോട് പറയുന്നു, നമ്മൾ അവരത് സന്തോഷപൂർവ്വം കൈയടിക്കുന്നു. അങ്ങനെ പറഞ്ഞ കുറേ കോളേജും സ്കൂളും ഞാൻ പോയിട്ടുണ്ട് ആ സീരിയലുകാർ. നാടകത്തിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരുപാട് ജീവിതത്തെ കഷ്ടതകൾ അനുഭവിച്ചിട്ട് ഒപ്പം ഈ സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് റോളുകൾ വരിക, നമ്മളെ ഓർക്കുക. പിന്നെ ഫിലിമിലായിരുന്നു ഒന്ന് ഷൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടൊരു ആർട്ടിസ്റ്റിനോട് അച്ചടക്കമുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, നമ്മൾ ആളുകളായിട്ട് സൂക്ഷിക്കേണ്ട ബന്ധങ്ങളുടെ ഊഷ്മളത ഉണ്ട്. ഈ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ യങ് ആയിട്ടുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അവർ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ചൊക്കെ കളയും. അതായത് എങ്ങനെയാണ് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തത്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രശ്നങ്ങൾ എങ്ങനെയാണ് കുട്ടികൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കർ പോലെ. പ്രശ്നങ്ങൾ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളങ്ങ് ചിന്തിക്കുന്നില്ല. അവരുടെ അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ മക്കളെ വളർത്തിയെന്നും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തുമാത്രം അതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പിള്ളേർ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. പിള്ളേർക്കൊരു സങ്കടം വന്നാൽ പിള്ളേർ വേറെ ആളത് ഷെയർ ചെയ്യുന്നില്ല. ഒരു സങ്കടം മനസ്സിലുണ്ടെങ്കിൽ അത് അടുത്തറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ആ കുട്ടീനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിൻ്റെ ആ മനസ്സിൽ എന്താണ് അതിനെ വിചാരിച്ചിരിക്കുന്നത് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഞാനതാ പറയുന്നത്. കുട്ടികൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ തന്നെ സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ച് പെട്ടെന്ന് ഇടിവിടാൻ തീരുമാനിക്കുക. അപ്പോൾ അതിനുള്ളൊരു സംബന്ധം നടക്കും. കുഞ്ഞുങ്ങൾ വിചാരിക്കേണ്ട തന്നെ കുഞ്ഞുങ്ങളെ അവരുടെ അച്ഛനും അമ്മയും ആ അച്ഛൻ ഒരു കുഞ്ഞുണ്ടായി അത് ജനിച്ച് അതിൻ്റെ കൈയാണോ കാലാണോ വളർന്നു നോക്കി ഒരു അച്ഛനമ്മ ഒരു കുട്ടിയെ വളർത്തുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് LKG മുതൽ പഠിപ്പിച്ച് ഡിഗ്രി ആക്കി കഴിയുമ്പോഴാക്കി ഏതെങ്കിലും ഒരു റിലേഷൻ ചെന്ന് പെടുകയും അത് പെട്ടെന്ന് അതല്ലാതെ തന്നെ വേറെ അച്ഛനൊരു വഴക്ക് പറഞ്ഞു, അമ്മയൊരു വഴക്ക് പറഞ്ഞു, ഉടനെ എന്തെങ്കിലും അപ്പം തന്നെ കുട്ടികൾ അങ്ങോട്ട് അങ്ങ് മനസ്സുകൊണ്ട് മാറുക. അതല്ല എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ അങ്ങനെ പറഞ്ഞു, അല്ല എന്നെ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയും. പിന്നെ അവർ മക്കളെ അങ്ങനെ വിചാരിക്കരുത്. അത് അമ്മ പറയുന്നത് അമ്മ പറയുന്ന നീ നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്ന കാരണങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്നാൽ ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊടുക്കുക. നെഗറ്റീവുകൾ ഉള്ളിൽ കൊടുക്കാതെ നല്ല പോസിറ്റീവുള്ള നല്ലത് കൊടുക്കുക. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് വരും. ഈ ഹ്യൂമർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അധികം പ്രധാനമായിട്ട് വേണമെന്ന് ചേച്ചി വിചാരിക്കുന്നത് എന്താണ്? ടൈമിംഗ് ആണോ അതോ ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെയൊക്കെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ജീവിതത്തിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെ ഒബ്സർവ് ചെയ്യുക. എന്താ ഹ്യൂമർ ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്? അല്ല, ടൈമിംഗ് ആണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഒരു ടൈമിങ്ങും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ രീതിയും ഇതെല്ലാം ഒരേ മോഡലിൽ കോമഡി പറഞ്ഞ വാർത്ത വായിക്കുന്ന പോലെ ഇരിക്കുകയല്ലേ. അതിനൊരു മോഡുലേഷൻ ഇല്ലേ, ഉണ്ടല്ലോ. ആ മോഡുലേഷൻ പിന്നെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റും കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ രസമായിരിക്കും. ഇപ്പോൾ ഞാനും അമ്പളിച്ചേട്ടൻ്റെ കൂടെ നമ്മൾ കിട്ടിച്ച് ഇതപ്പോൾ അമ്പളിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ റിഹേഴ്സലിൽ കാണിക്കുന്ന ആയിരിക്കില്ല ടേക്ക് കാണിക്കുന്നത്, എല്ലാം മറിഞ്ഞിരിഞ്ഞാൽ കാണിക്കത്തുള്ളൂ. പക്ഷെ അതിനോടൊപ്പം നമ്മളൊന്ന് കടപിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പക്ഷെ പല സീക്വൻസ് ഞാൻ അമ്പളിച്ചേട്ടൻ മുന്നേ കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അമ്പളിച്ചേട്ടൻ പറയുന്നത് എന്നാണെന്നറിയാവോ, ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി, പൊന്നമ്മ നന്നായിട്ടുണ്ട് പൊന്നമ്മ. പല കൺമിഷി എന്ന പടത്തിനകത്ത് എന്നെ അമ്പളിച്ചേട്ടൻ തള്ളി സ്വിമ്മിങ് പൂളിൽ ഇടുന്നുണ്ട്. അതിനകത്ത് ഞാൻ നീന്തി കയറി വരുമ്പോൾ ഇവർക്ക് നീന്താനും അറിയാവോ എന്ന് ചോദിക്കുന്നിടത്ത് കയറി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയാം ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു. അതുപോലെ പിന്നെ മയിലാട്ടത്തിനകത്ത് ഞാൻ അമ്പളിച്ചേട്ടൻ ഞാനോട് തമ്മിൽ ഒരു സീക്വൻസ് ഉണ്ട്. അതിനകത്ത് അമ്പളിച്ചേട്ടൻ അമ്പളിച്ചേട്ടൻ പറയുന്ന ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്ന് പറയും. അത് പല സീക്വൻസും നമുക്ക് പഠിച്ചു. നമ്മൾ എങ്ങനെയാണ് അമ്പളിച്ചേട്ടൻ ചെയ്യാൻ പോകണം, അമ്പളിച്ചേട്ടനെ എങ്ങനെ ഇതിൻ്റെ മേളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മളവിടെ നിന്ന് ചിന്തിക്കുക. അപ്പം നമ്മളവിടെ ചെയ്യും.